പഴുത്ത മാങ്ങാക്കറി ഇഷ്ടമാണോ? ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മാമ്പഴ സീസൺ തുടങ്ങുമ്പോൾ ആദ്യം കിട്ടുന്ന പഴുത്ത മാങ്ങയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ്. അതിൻ്റെ കഴുകി വൃത്തിയാക്കി നീരെടുത്ത് മാങ്ങാണ്ടി ഉൾപ്പെടെ 2 പച്ചമുളകും അര സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിലേക്ക് അരപ്പായിട്ട് ചേർത്തത് ജീരകവും ചുവന്നുള്ളിയും കൂടെ അരച്ച് ചേർത്തു. പുളിക്ക് വേണ്ടി ഒരു അല്പം തൈര് കൂടെ ചേർത്ത് കടുകും കൂടെ വറുത്ത് കഴിഞ്ഞാൽ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുക്കുന്ന കൂട്ടാൻ കോളിഫ്ലവർ റോസ്റ്റ് ചെയ്യുവാണ്. ഒരുപാട് പുഴുവുള്ള ഒരു വെജിറ്റബിളാണ് കോളിഫ്ലവർ. അത് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് പിന്നെയും നല്ലപോലെ വാഷ് ചെയ്തൊക്കെ എടുത്ത് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഈ റോസ്റ്റിലേക്ക് ഇടാനായിട്ട് ഞാനൊരു 3 സവാളയാണ് അരിയുന്നത്. അപ്പോഴേ ഇന്നിവിടെ മീനൊന്നുമില്ല. മീനില്ലാത്തപ്പോൾ എന്ത് വെച്ചാലും അതൊരു തൃപ്തിയല്ല എങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റം, അതായത് ഇപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ഇത് ഈ വർഷത്തെ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊരു ഉഷാറൊക്കെ കാണും ചോറുണ്ണാനായിട്ട്. പിന്നെ ഈ കോളിഫ്ലവർ ഉണ്ടാക്കുന്നത് രാവിലെ മുതലേ കൂട്ടി തുടങ്ങുകയും ഇതെല്ലാവർക്കും ദോശയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ശരിക്കും ഇത് ചോറിൻ്റെ കൂടെ കൂട്ടുന്നതിനേക്കാളും ദോശയുടെ കൂടെ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അരിഞ്ഞെടുത്ത് സവാളയൊക്കെ വഴറ്റിയിലിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് വഴന്നു വന്നപ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരുന്ന കോളിഫ്ലവറും കൂടി ഇട്ടു. പിന്നെ മറ്റു മസാലപ്പൊടികളൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് വേവിച്ചു. മറ്റു മസാലപ്പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടെയൊക്കെയാണ് ഇട്ടത്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവറും റെഡി ആയിട്ടെ.